അയച്ച പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധ ആത്മാവിനാൽ നമ്മോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നമ്മെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ആ സുവിശേഷം ഇപ്പോൾ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുക. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നെത്താൻ സാധ്യതയുണ്ടോ? ഈ ഒരു അനുഭവത്തിലേക്ക് യാത്ര ചെയ്ത് എത്താൻ സാധ്യതയുണ്ടോ? അതോ നമ്മളൊക്കെ അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ? സ്തോത്രം. നമ്മളൊക്കെ അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് വീണ്ടും ശോധന ചെയ്യണം. ആ വിശ്വാസം ശരിയാണോ? അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസം, അതായത് ദൈവദൂതന്മാർ ഇപ്പൊ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 91 സങ്കീർത്തനം പറയും പോലെ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മെ വഹിക്കാൻ വേണ്ടി ദൂതന്മാരാൽ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ഇതിലൊക്കെ നമ്മൾ നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് ദൈവം നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനെ കൽപ്പിച്ചിരിക്കുക നമ്മെ കാക്കാൻ വേണ്ടി എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം നല്ലതാണ് എങ്കിലും ആ വിശ്വാസം യഥാർത്ഥമാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മെ കുറിച്ച് ദൂതന്മാരെ കൽപ്പിച്ചിട്ടുണ്ടോ? നമ്മെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മെ കുറിച്ച് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടില്ല. ഇല്ലാതിരിക്കെ നമ്മെ കുറിച്ച് ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ദൈവം അംഗീകരിക്കുന്ന വിശ്വാസമല്ല. സ്തോത്രം. ദൈവം അംഗീകരിക്കുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വചനം നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം 15-ാം വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കിയാൽ ദൈവത്തിന്റെ ദൂതന്മാരോട് നമ്മോട് കൽപ്പിക്കും. നമ്മെ കാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ കൽപ്പന കൊടുക്കുമോ? അവർ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധ ദൈവത്തിനൊത്തവണ്ണം നമ്മെ വിളിച്ച വിശുദ്ധ ദൈവം നമ്മെ വിളിച്ച വിശുദ്ധ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എല്ലാ നടപ്പിലും എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. കല്ലിൽ തട്ടിപ്പോകാതിരിക്കും. ഏത് കല്ലില്? പാറക്കല്ലിലല്ല. നമ്മളെ റോഡിൽ നടന്നു പോകുമ്പോൾ കിടക്കുന്ന പാറക്കല്ലിനെ കുറിച്ചല്ല പറയുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയിത്തീർന്നു.
ആ കല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അവർ വചനം അനുസരിക്കുകയാൽ ഇടറിപ്പോകും. Praise the Lord. ആ കല്ലിനെ കുറിച്ചാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ കല്ലിൽ തട്ടി ഇടറി നീ വീണു പോകാതിരിക്കേണ്ടത് ദൂതന്മാരോട് കൽപ്പിക്കും. Praise the Lord. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കല്ലുകൾ പാറ കഷ്ണങ്ങളെ കാലിൽ തട്ടുന്ന കാര്യമല്ല. സ്തോത്രം. അതേ കല്ലിൽ തട്ടി കാല് ആ കല്ലിൽ തട്ടി ഇത്തിരി അല്പം മുറിഞ്ഞാൽ അതൊക്കെ പുറത്തു വരും, അതൊക്കെ ഉണങ്ങി കിട്ടും. സ്തോത്രം. പക്ഷേ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ഇടർച്ചക്കല്ലായി മാറിയാൽ, അത് തട്ടി ഇടറി വീണാൽ ആ വീഴ്ച ചെറുതല്ല, ആ വീഴ്ച വലുതായിരിക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ, ഗ്രഹിക്കാത്ത വചനങ്ങൾ നമുക്ക് ഇടർച്ചക്കല്ലായി മാറും. ഉദാഹരണമായി പറഞ്ഞാൽ, സ്നാനം എന്ന ആ വചനം തന്നെ എത്രയോ പേർക്ക് ഇടർച്ചക്കല്ലാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു നിമിഷം നേരം നടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സംഹരിക്കപ്പെട്ടു പോകും. അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഭരണം നീക്കിക്കളക. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ, ഞാൻ ഒരു നിമിഷ നേരം നിങ്ങളുടെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. നിങ്ങളെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന്, അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ. ഈ വചനം തന്നെ എത്രയോ പേർക്ക് ഇടർച്ചക്കല്ലാണ് അല്ലേ? ഇതൊക്കെയാണ് ഇടർച്ചക്കല്ല്, ഇതൊക്കെയാണ് കല്ല്. ഈ കല്ല് ഇത് നമുക്ക് കല്ലായി മാറരുത്. അതിനുവേണ്ടി ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. Praise the Lord. Praise the Lord. നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശ എന്ന പ്രവാചകനോട് കൽപ്പിച്ചു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. സ്തോത്രം. ഇത് വിശ്വസിക്കേണ്ട വിധത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഈ മതമല്ല. ഇത് തുടങ്ങി പറയാം. ഇത് കെണിയാണ്, കുരുക്കാണ്. ഇത് തട്ടി ഇടറി വീഴും. അത് സംഭവിക്കാതിരിക്കാനാണ് ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. ദൂതന്റെ സംരക്ഷണം ഉള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ ഒന്ന് രണ്ട് കാര്യമൊന്നുമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ദൂതന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സോടെ ചെയ്യാൻ പറ്റും. സ്നാനമായാലും മാനസാന്തരമായാലും ആഭരണം മാറ്റുന്ന കാര്യമായാലും ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞു മാറുന്ന കാര്യമായാലും വിഗ്രഹാരാധന വിട്ട് ഓടുന്ന കാര്യമായാലും മദ്യപാനം മാറ്റുന്ന കാര്യമായാലും ദൈവവചനത്തോട് പ്രതികരിച്ച് കോപിക്കുന്ന കാര്യമായാലും ഇതൊക്കെ വിട്ട് മാറണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം വേണം. സ്തോത്രം. അപ്പൊ ഈ വചനങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ അതൊക്കെ കേട്ടനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഓർക്കണം, ദൂതന്റെ സാന്നിധ്യം എനിക്കില്ല, ദൂതന്റെ സംരക്ഷണം എനിക്കില്ല, ദൂതനോട് എന്നെ കുറിച്ച് ദൈവം ദൂതനോട് കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതെല്ലാം ഇടർച്ചക്കല്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ചിലർക്ക് ചില കാര്യങ്ങളിൽ ദൂതന്റെ സംരക്ഷണം വരും, ആ കാര്യങ്ങൾ അവരനുസരിക്കും. ബാക്കി കാര്യങ്ങൾ ദൂതന്റെ സംരക്ഷണം ഇല്ല, അതുകൊണ്ട് ആ കാര്യങ്ങൾ അനുസരിക്കില്ല. എന്തുകൊണ്ടാണ് അനുസരിക്കാൻ പറ്റുക? മനസ്സില്ലാത്തോണ്ടാ. മനസ്സുണ്ടെങ്കിൽ ദൂതന്റെ സംരക്ഷണം വരും, അനുസരിക്കും. മനസ്സുണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മനസ്സില്ലാത്തവർക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. സ്തോത്രം. 38 വർഷക്കാലം കുളങ്കരയിൽ കിടന്ന മനുഷ്യന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും? ആരെല്ലാം പ്രാർത്ഥിച്ചാണ്?
അതാണ് യേശു വന്ന് ചോദിച്ചത് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചത്. ഹല്ലേലൂയ. മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിന്റെ പുറകിൽ അനേകം അഭിപ്രായങ്ങൾ പല രീതിയിൽ പറയാറുണ്ടായിരുന്നു. 38 വർഷം കൊണ്ട് ഓരോ പ്രാവശ്യവും സൗഖ്യമാകുന്നവർ മെത്തയും പുതപ്പോലെ ഇട്ടിട്ട് പോകും. അതെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെച്ചുകൊണ്ട് കിടക്കൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സില്ലാത്തത്. അതുകൊണ്ടാണ് യേശു ദിവസം മനസ്സുണ്ടോ എന്ന് ചോദിച്ചത്. അതൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള പ്രാസംഗികന്മാര് ആ ഒരു ഉദാഹരണമാണ് പറയുന്നത്. സ്തോത്രം. ആ ഉദാഹരണം ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മുടെ ജീവിതത്തിലും ദൈവവചനം അനുസരിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ എങ്കിൽ ദൈവദൂതന്മാർ നമ്മളെ സഹായിക്കും. ഏത് പാപ സ്വഭാവം വിട്ടുതിരിയാനായാലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവദൂതന്മാർ നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവദൂതന്മാരുടെ കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അനുസരിക്കാൻ മനസ്സില്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കൽപ്പനയില്ല ദൈവത്തിന്. അതുകൊണ്ട് ഏത് വിധേനയും ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണമുള്ള വചനങ്ങൾ അനുസരിപ്പാൻ തക്ക നമുക്ക് മനസ്സ് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സുണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മനസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. സ്തോത്രം. ഇനി സൗഖ്യമാകാൻ എല്ലാവർക്കും മനസ്സുണ്ട്. എന്തിനാ? ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ല, തന്നിഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി. ഏത് രോഗിക്കാണ് സൗഖ്യമാക്കാൻ മനസ്സില്ലാത്തത്? മനം തിരിയാൻ മനസ്സുണ്ടോ? പാപസ്വഭാവം വിടാൻ മനസ്സുണ്ടോ? ഇതൊക്കെ ചോദിച്ചാൽ അവരൊക്കെ എല്ലാവർക്കും ഒരുപോലെ മറുപടി പറയാൻ കഴിയില്ല. സ്തോത്രം. സ്തോത്രം. ചിലർക്കൊക്കെ ചില പാപങ്ങൾ വിട്ടുതിരിയാൻ മനസ്സ് കാണില്ല. ആ പാപം വിട്ടുതിരിയാൻ വേണ്ടി വേറെ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കേൾക്കില്ലെന്ന് മാത്രമല്ല, പിന്നെ മുട്ടിച്ച് പ്രാർത്ഥിച്ചുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയുടെ പാപത്തിന്റെ ശിക്ഷ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പകർന്നു കൊടുക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയത്തക്കവണ്ണം നമ്മൾ ജാഗ്രത കാണിക്കണം. എന്നാലേ സുവിശേഷം ഗ്രഹിക്കാൻ വേറെ വരം ലഭിക്കുള്ളൂ. എന്നാലേ ദൈവദൂതന്മാർ നമ്മളെ കുറിഞ്ഞു നോക്കുള്ളൂ. സ്തോത്രം. സ്തോത്രം. രണ്ടാം വാക്യം വായിക്കുമ്പോൾ ലേഖനം സ്തോത്രം 1-ാം അധ്യായം 3-ാം വാക്യം വരെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം. കർത്താവ് മനുഷ്യരെ സ്തോത്രമൊന്നല്ല, ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയാം. റോമലേഖനത്തിൽ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ്. യേശു ക്രിസ്തുവിന് പ്രസാദമൊന്നുമല്ല, ദൈവത്തിന് പ്രസാദമാണ്. നമ്മേരെ പറയും യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ സ്തോത്രം. ലോ, ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ കേട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഇതൊക്കെ നമ്മളെ കേട്ട് ഗ്രഹിച്ച് മനസ്സ് വെച്ചാൽ ഇവിടെയൊന്നും നമുക്ക് ഇടർച്ചക്കല്ലായി മാറില്ല. ഇല്ലെങ്കിൽ ഇടർച്ചക്കല്ലായി മാറും. കേട്ട് ഗ്രഹിക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിന്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും ഈ ഇടർച്ചക്കല്ലായി മാറി വചന ഇടർച്ചക്കല്ലായി മാറാതിരിക്കാനും, അഥവാ ഇടർച്ചക്കല്ലായി മാറിയ അതിൽ നമ്മുടെ കാലം തട്ടാതിരിക്കാനും. തട്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇടർച്ചക്കലിന്റെ അനുഭവം മാറ്റി തരിക, അത് വിശ്വസനീയമാക്കി മാറ്റുക, അംഗീകാരമാക്കി മാറ്റുക വചനത്തെ. അപ്പോൾ അതിന് നമുക്കല്ലല്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ വചനങ്ങൾ നമുക്ക് ഇടർച്ചക്കല്ലായി മാറിയാൽ നമ്മുടെ ഹൃദയവും കല്ലായി മാറും. നമ്മുടെ ഹൃദയവും കല്ലായി മാറും. അങ്ങനെ ഒരു വലിയ കുടുക്കിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയാൻ മനോബോധം വരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ്.
ഈ മനോബോധം പ്രാപിക്കാൻ വേണ്ടി. 40 ദിവസം കൊണ്ട് എത്തേണ്ട ഇസ്രായേൽ ജനം 40 വർഷം കൊണ്ട് ചുറ്റി നടത്തിച്ചു. എന്തിനു വേണ്ടിയാ? മനോബോധം കൊടുക്കാൻ വേണ്ടിയാ. അവർ മനോബോധം പ്രാപിക്കാത്ത കാരണത്താലാണ് ചുറ്റി നടത്തുവാനാക്കിയത്. ഹല്ലേലൂയ. നമ്മൾ മനോബോധം പ്രാപിക്കാൻ മനസ്സ് വയ്ക്കുമോ നമ്മൾ അധികം അലയേണ്ടി വരില്ല. അധികം അലയാതെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇത് ഗ്രഹിപ്പിക്കും. ദൂതന്മാർ കുറിയുന്നു. പിതാവായ ദൈവം മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാനായി ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ആമേ സ്തോത്രം. അപ്പോൾ നമ്മൾ എങ്ങനെ കാക്കപ്പെടും? ദൈവത്തിന്റെ ശക്തിയാൽ കാക്കപ്പെടും. ദൈവശക്തിയാൽ നമ്മൾ കാക്കപ്പെടണമെങ്കിൽ അകൃത്യത്തിൽ ഇരുന്നാ പോരാ. പാപ സ്വഭാവങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. അവിടെ നിന്നെല്ലാം നമ്മൾ വിടിവിക്കപ്പെടണം. അത് മാത്രമല്ല അവിടെ പറയുന്ന അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ. പഴയ നിയമ വിശ്വാസികളോടല്ല ഈ പറയുന്നത്, പുതിയ നിയമ വിശ്വാസികളോടാണ് പറയുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ. അർത്ഥം രക്ഷ വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടാത്ത രക്ഷ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റും? രക്ഷിക്കപ്പെടുവാൻ തക്കുന്ന യാത്ര ചെയ്യുന്നവർക്കാണ് ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അവരവരുടെ അന്ത്യകാലത്ത് ഈ രക്ഷ അവരവർക്ക് വെളിപ്പെടും. അതിനുമ്പ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മള് വിശ്വസിച്ചാൽ ആശിച്ചാൽ പിന്നെ അങ്ങോട്ട് യാത്രയില്ല അവിടെ തീർന്നു. നീതിക്കുള്ള വിശപ്പ് അതൊന്നും ഉണ്ടാകില്ല. രക്ഷിക്കപ്പെടാനുള്ള താല്പര്യം ഉണ്ടാകില്ല. കാരണം എല്ലാം തികഞ്ഞല്ലോ. ഉദാഹരണമായി പറഞ്ഞ ജോലി കിട്ടിയവർക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷയെക്കുറിച്ച് എന്ത് അന്വേഷിക്കാതിരിക്കുന്നു? ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടല്ല രക്ഷിക്കപ്പെട്ടത് ആൾക്കാർ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഞാനും പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ അധികം പേര് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്. പക്ഷെ തിരുവചന ആരാഞ്ഞറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഗ്രഹിച്ചു വരുമ്പോൾ അവരവരുടെ അന്ത്യകാലത്തിലാണ് ആ രക്ഷ അവരവർക്ക് വെളിപ്പെടുന്നത്. അതുവരെയും ജീവപര്യന്തം എന്ത് ചെയ്യണം? വിശ്വസ്തരായ യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നവർക്കാണ് ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. താൻ തോന്നിയ നടക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി അല്ല ദൈവം കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഭക്തിയോടും പക്വതയോടും വിനയത്തോടും താഴ്മയോടും ഏകാഗ്രചിത്തന്മാരായ വചനത്തിൽ പ്രിയം വെച്ച് ആവശ്യമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന മനന്ദ്രിയ മനസ്സുള്ളവർക്ക് പ്രാർത്ഥിച്ച് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. മനന്ദ്രിയ മനസ്സുണ്ടല്ലോ, ഇന്നവർക്ക് മനന്ദ്രിയ മനസ്സുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. സുവിശേഷം പറയുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് മനസ്സിലിയ മനസ്സുണ്ടില്ല. പറഞ്ഞില്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അതാണ് സുവിശേഷം അറിയിപ്പിൻ. പോവുക പറയുക. പോയി പറയുമ്പോൾ അറിയാം. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അറിയാം. അവർക്ക് മനന്ദ്രിയ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനന്ദ്രിയ മനസ്സില്ലാത്തവർക്ക് പ്രാർത്ഥിച്ചാൽ വെളിപ്പെട്ടുള്ള രക്ഷ നമുക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ പ്രമാണങ്ങളാ, വ്യവസ്ഥകളാ. വ്യവസ്ഥ വിട്ടുള്ള യാത്ര ദൈവദൂതന്റെ സംരക്ഷണം കിട്ടില്ല. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ആധികാരികമായി ഗ്രഹിച്ചുണരേണ്ട കാര്യങ്ങളാണ്.
ഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആത്മാവ് അല്ല ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു, കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി നമ്മൾ വിശപ്പ് ദാഹമുള്ളവരായി മാറണം, ആകാംക്ഷയുള്ളവരായി മാറണം. രക്ഷിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം നമ്മളായിട്ട് അറ്റുപോകണം. ലോകത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അറ്റുമാറണമെന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുമാറണം. ആ മരണം നീങ്ങണം, അത് ഉന്മൂലനാശമായി മാറും. എന്നിട്ട് രക്ഷയ്ക്കായി നമ്മൾ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. അതിന് വളരെ ഭയാനകമായ ബന്ധനമാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസം. അതിനെല്ലാം നമ്മളെ വേർപെട്ടേ പറ്റത്തുള്ളൂ. വേർപെടാൻ മനസ്സില്ലാത്തവർ ആ വഴിക്ക് പോകുമ്പോൾ വേർപെട്ട് നമ്മൾ യാത്ര ചെയ്യണം. സ്തോത്രം. രക്ഷാന്തികാലത്ത് വെളിപ്പെടുകയും റോമലേഖനത്തിൽ പറയുന്നത് നമ്മളെ വിശ്വസിച്ച സമയത്ത് രക്ഷ അടുത്തിരിക്കുക. അപ്പൊ രക്ഷ എന്നിൽ വന്നെന്നല്ല, രക്ഷ അടുത്തുകൊണ്ടിരിക്കുക. വിശ്വസ്തയുടെ യാത്രയാണോ രക്ഷയോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ അന്ത്യകാലം, അന്ത്യസമയം, ആ രക്ഷയും നാമും തമ്മിൽ ഒന്നിച്ചു മുട്ടും. ശരീരം വിടും, എടുക്കപ്പെടും. അതുവരെ ആ രക്ഷ നമ്മുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആ രക്ഷയുടെ അടുക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ദൂതന്മാർ നമ്മളെ കാക്കുന്നത്, അതിനുവേണ്ടിയാണ് ദൂതന്മാർ നമ്മളെ സംരക്ഷിക്കുന്നത്, അതിനുവേണ്ടിയ ദൂതന്മാരുടെ കാവൽ നമുക്ക് ദൈവം കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ ഹല്ലേലൂയ. ഇതിനുവേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? ആരാധനാലയങ്ങളിൽ, ഉപവാസ പ്രാർത്ഥനയിൽ, കാത്തിരിപ്പ് യോഗത്തിൽ, സമാരാധനയിൽ എത്ര പേര് ഇത് പ്രാർത്ഥിക്കും? ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര പേര് സാക്ഷ്യം പറയും? ഇന്ന് ആഴ്ചയുടെ 1 ദിവസമാണല്ലോ. എത്ര പേര് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കും? ഭൂലോകത്തിൽ എവിടെയായാലും ആരാധനാലയങ്ങളിൽ എത്ര പേർ ഈ വിഷയത്തെ ഓർത്ത് സാക്ഷ്യം പറഞ്ഞിരിക്കും, പ്രാർത്ഥിച്ചിരിക്കും? ഒന്നുകൂടെ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആർക്ക്? എല്ലാവർക്കും അല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോഴേ ഗ്രഹിച്ച് വായിക്കണം. ചില ആൾക്കാർ ആഹാരം കഴിച്ചാൽ രുചി നോക്കി കഴിക്കും, ചായ കുടിച്ച് രുചി നോക്കി കുടിക്കും. എന്നോട് ചില ആൾക്കാർ ചായ ഉൾപ്പല്ലുമ്പ് ഇന്ന കടയിൽ പോയി കുടിക്കുന്ന ചായ നല്ല രുചിയാണ്. എനിക്കറിയില്ല രുചിയൊന്നും, ചായ രുചിയൊന്നും. അവര് പറയും അവിടുത്തെ കട്ടൻ ചായ കുടിച്ചാലും അവര് പറയും ഇന്ന കടയിൽ കൊടുക്കുന്ന കട്ടൻ ചായ നല്ല രുചിയാണ്. എനിക്കറിയാം രുചി, ചായയുടെ രുചി എങ്ങനെ, പക്ഷെ രുചിക്കുന്നവർക്കറിയാം. അപ്പോഴതുപോലെ വചനം വായിക്കുമ്പോഴും ഗ്രഹിച്ച് വായിക്കുന്നവർക്ക് അറിയാം അതിന്റെ രുചി. ഗ്രഹിച്ച് വായിക്കാത്തവർക്ക് അതിന്റെ രുചി അറിയാൻ കഴിയില്ല. ഹല്ലേലൂയ. പായസം കുടിച്ചാലും രുചിച്ച് കുടിക്കുന്നവർക്ക് അതിന്റെ രുചി മേത്തരമാണോ അതോ താഴോട്ടാണോ? അത് പാചകം ചെയ്തതിന്റെ ക്രമീകരണം പോലെ ഇരിക്കും അതിന്റെ രുചി, അല്ലേ? അത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ദൈവവചനവും വായിച്ച് നമ്മൾ ഗ്രഹിച്ച് രുചിക്കണം. അങ്ങനെ രുചിച്ചറിയുന്നവർക്കാണ് ക്ഷയമാറ്റം മാലിന്യമില്ലാത്ത അവകാശം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ക്ഷയമാറ്റം മാലിന്യമില്ലാത്ത അവകാശം വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി അവർ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന കാര്യമൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടാതിരിക്കും. അതൊന്നും നമ്മുടെ പക്ഷത്തുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാർക്കുന്ന, ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ പാർക്കുന്ന വീട്, ആ വീട്ടിലെ അഴുക്ക് പിടിച്ചു. ആ വീട്ടിലെന്താണ്? നമ്മളാണ് പാർക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ വീടിനെ വൃത്തിയാക്കി.
അത് നാം മന്ദിരമാണ്. നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവാണെങ്കിൽ നമ്മളിൽ വരുന്ന ബലഹീനതകൾ, ശൂന്യതകൾ ഏത് വിധത്തിൽ നികത്തിയെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് തീരുമാനിക്കണം. ദൈവാത്മാവ് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. കാരണം ക്രിസ്തുവിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരും നമുക്കുള്ളവരല്ല, പിന്നെ നാമെല്ലാവരും ക്രിസ്തുവിനുള്ളവരാണ്. അതിനുവേണ്ടി ഒരുക്കിയെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിയോഗിച്ചിട്ടുണ്ട്, മനസ്സായിട്ട് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതും നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക. പിന്നെ നമ്മുടെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. പിന്നെ ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയാൻ വേണ്ടി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഭാഗം. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതും അവകാശമാണ്. അവകാശം, ഈ അവകാശത്തിനായിട്ടാണ് നമ്മളെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കും. നമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം ക്രിസ്തുവിൽ വാഗ്ദത്ത പ്രകാരം നമ്മെ ജനിപ്പിച്ചതിന് വേണ്ടിയാ, ഈ അവകാശം പ്രാപിക്കാൻ വേണ്ടിയാ. അല്ല ക്രിസ്തുവിൽ ജനിച്ചതിന് പേർഷ്യയിൽ പോയി, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, അല്ല മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. സ്തോത്രം. പിന്നെ പോകേണ്ടത് പറ്റോ, സാമ്പത്തികം കിട്ടിയാൽ സ്വീകരിച്ചോ, പക്ഷേ മനസ്സതിൽ വെച്ച് നമ്മൾ ദ്രവ്യാഗ്രഹിയായി വിഗ്രഹാരാധനയുള്ളവരായി മാറാതെ അതിനെ അതിന്റെ വഴിക്ക് വയ്ക്കുക. കൈസർക്കുള്ളത് കൈസർക്ക്, അതിനെ മാറ്റി വയ്ക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഹല്ലേലൂയ. എത്ര തന്നെ വരുമാനം വന്നാലും വന്നില്ലെങ്കിലും അതിൽ ദൈവമായിട്ട് ഒരു ബന്ധവും നമ്മൾ സ്ഥാപിക്കരുത്. സ്ഥാപിച്ചാൽ ഈ ക്ഷയം, മാറ്റം, മാലിന്യം ഇല്ലാത്ത അവകാശം എന്ത് ചെയ്യും? നമ്മെ വിട്ടാൽ അകന്നുകൊണ്ടേയിരിക്കും. അടുത്ത് വരാനുള്ളത് അകന്നുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യൻ ജീവിതത്തിൽ അനേകർക്ക് സംഭവിക്കുന്ന കാര്യമാണ്, നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മളെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ, ഗ്രഹിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുടർന്ന് നമുക്ക് പക്ഷപാതം ചെയ്യും. പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യാൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്താണല്ലോ, നമ്മെ ഏറ്റെടുത്താണല്ലോ. നമുക്ക് വേണ്ടി ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ദൈവം കേൾക്കില്ല. പിന്നെ ഒരു പാസ്റ്റർമാർ നോക്കി പ്രാർത്ഥിക്കാൻ വേണ്ട, പരിശുദ്ധാത്മാവ് മധ്യസ്ഥതയോടുകൂടി. പിന്നെ ഏത് പാസ്റ്റർ പ്രാർത്ഥനയുടെ ആവശ്യം? അതൊക്കെ പിന്നെ പാസ്റ്റർമാർ വേണം. എന്തിനാ? ഉപദേശം പഠിപ്പിക്കാൻ വേണം. ഉപദേശം പഠിപ്പിക്കാൻ പാസ്റ്റർമാര് വേണം. അത് വരമുള്ളവര് വേണം, കൃപയുള്ളവര് വേണം, പ്രമാണത്തിൽ പ്രിയ വയ്ക്കുന്നവര് വേണം. സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് പ്രസംഗിക്കുന്നവർ ആവശ്യമില്ല, പുരുഷന്റെ പക്ഷത്ത് നിന്ന് പ്രസംഗിക്കുന്നവർ ആവശ്യമില്ല, ധനവാന്മാരുടെ പക്ഷത്ത് നിന്ന് പ്രസംഗിക്കുന്നവർ ആവശ്യമില്ല, ദരിദ്രന്മാരുടെ പക്ഷത്ത് നിന്ന് പ്രസംഗിക്കുന്നവർ ആവശ്യമില്ല. നിഷ്പക്ഷമായി, അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, നിഷ്പക്ഷമായി സംഘടനയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നവരെയും ക്രിസ്തുവിന് ആവശ്യമില്ല. ഏത് സംഘടനയ്ക്ക് വേണ്ടി ആയാലും പ്രസംഗിക്കുന്നവരെ ക്രിസ്തുവിന് ആവശ്യമില്ല. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ നാമനിമിത്തം, ക്രിസ്തുവിൽ ഓരോരുത്തർ വന്ന് ചേരാൻ വേണ്ടി നിഷ്പക്ഷമായി പ്രസംഗിക്കുന്നവരെയാണ്, പ്രവചിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ അവകാശത്തിനായി, ക്ഷയമാറ്റം മാലിന്യമില്ലാത്ത അവകാശത്തിനായി നാം വീണ്ടും ജനിച്ചുവെങ്കിൽ അതിനുമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയ്ക്കായി വളരണം. ഹല്ലേലൂയ. അതാണ് 2-ാം അധ്യായം വായിക്കുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും ഇതൊക്കെ നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിലുള്ളവർക്ക് നീക്കാൻ മനസ്സുണ്ടോ? നമുക്ക് മനസ്സുണ്ടോ? എത്രത്തോളം നീക്കിയിട്ടുണ്ട്? ഇനി നീക്കമുണ്ടോ? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. BP അർഹിക്കപ്പെട്ട ലെവലിൽ നിന്ന് ഉയർന്നു പോയാണല്ലോ പ്രശ്നമാണ്, താഴ്ന്നു പോയാലും പ്രശ്നമാണ്. പരിശോധിക്കണം. അത് സോഡിയമായാലും ഏത് സംഭവമായാലും നമ്മുടെ ശരീരത്തിൽ കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. അപ്പൊ തിരുവേദന സംബന്ധിച്ച് ആവശ്യമില്ലാത്തൊക്കെ വലിച്ചുവാരി ഹൃദയത്തിൽ വെച്ചിരുന്ന കുഴപ്പമില്ലേ? പരിശോധിക്കണം. ഹല്ലേലൂയ. ആകയാൽ
സകല ദുഷ്ടതയും എല്ലാ എല്ലാ ചതവും വ്യാജഭാവവും നിറയെ വിശ്വാസമുണ്ട് ഇല്ലാതിരിക്കുണ്ടെന്നുള്ള വ്യാജഭാവം, പ്രത്യാശ ഇല്ലാതിരിക്കുണ്ടെന്നുള്ള വ്യാജഭാവം, ദൈവത്തോടു കൂടി നടക്കുന്നു എന്നുള്ള വ്യാജഭാവം, ദൈവന്റെ കൂടെ ഉണ്ട് എന്നുള്ള വ്യാജഭാവം. ഉണ്ടെങ്കിലുണ്ട്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അതിന് അടയാളങ്ങളുണ്ട്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതിന് അടയാളമുണ്ട്. ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക അടയാളമുണ്ട്. അടയാളങ്ങൾ നോക്കി നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു ലക്ഷണം ഉണ്ടല്ലോ, ലക്ഷണം, ഒരു അടയാളം. ഒരു രോഗത്തിനായാലും ഒരു അടയാളം.